ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, പല സമൂഹത്തിൽ സമകാലികമായ പല പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരമൊക്കെ നിർദ്ദേശിച്ചുകൊണ്ടാണ് പീസ് റേഡിയോയും സ്നേഹക്കൂടും മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും പ്രാർത്ഥനയും മാർഗ്ഗനിർദ്ദേശങ്ങളും പീസ് റേഡിയോ കൊണ്ട് സ്നേഹക്കൂടിനുണ്ട് എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അള്ളാഹു എല്ലാവർക്കും അതിനർഹമായ പ്രതിഫലങ്ങൾ നൽകട്ടെ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഖൈറും ബർക്കത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് വിദ്യാർത്ഥികളിലെ റാഗിങ്, അത് എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ക്രൂരമായ സ്വഭാവ വ്യതിയാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്താണ് ഇങ്ങനെ കൂടാനുള്ള കാരണങ്ങൾ? ആ കാരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴാണ് പലപ്പോഴും പേഴ്സണലിയും അല്ലാതെയും ഒക്കെ പലപ്പോഴും പല രക്ഷിതാക്കളും അതുപോലെ സഹപ്രവർത്തകരും പീസ് റേഡിയോയിലുള്ള പല ഫീഡ്ബാക്കുകളിലൊക്കെ നമുക്കൊക്കെ നോർമലി വരാറുള്ള കാര്യങ്ങളാണ്. എന്താണ് ഇതിനുള്ള പരിഹാരം? എൻ്റെ മക്കളെക്കുറിച്ച് ഒരുപാട് ആധിയാണ് എനിക്കുള്ളത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന രക്ഷിതാക്കൾ. അതുപോലെ തന്നെ കുട്ടികളുടെ ഭാഗത്തും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഒരുപാട് കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും അവിടെ പാരൻ്റൽ ഇഷ്യൂ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പിൻ്റെ സഹപാഠികളുടെ ഗ്യാങ്ങിൻ്റെ ആ ഒരു പ്രഷർ കൊണ്ട് പലപ്പോഴും വിദ്യാർത്ഥികളിൽ അതിൽ അകപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. മീഡിയകളുടെയും സോഷ്യൽ മീഡിയകളുടെയും പത്രങ്ങളുടെയൊക്കെ അതിപ്രസരവും അല്ലെങ്കിൽ നെഗറ്റീവ് വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ അതൊരു ഹരമായി കാണുന്നതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സിനിമകൾ വില്ലനാകുന്ന കാരണങ്ങളുണ്ട്. അതുപോലെ മാനസികമായി ഡിപ്രഷൻ അനുഭവിക്കുന്നതുകൊണ്ട് പലപ്പോഴും അത് അവസാനം ഔട്ട്പുട്ടായി അതിൻ്റെ ഒരു റിസൾട്ടായി വരുമ്പോൾ അതൊരു ക്രൂരമായ വിനോദമായിട്ട് കുട്ടികൾ കണക്കാക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. ഇന്നും അൽഹംദുലില്ലാഹ് നമ്മോടൊപ്പം ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാനുള്ളത് ബഹുമാനനായ സാറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും സാർ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ റാഗിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചുകൂടെ കാരണങ്ങളെക്കുറിച്ചും അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചും നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അത് ഏറെ ഉപകരിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ റാഗിങ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, ഞാനിപ്പോൾ ഓൾറെഡി നമ്മൾ സൂചിപ്പിച്ചത്. അഥവാ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട സന്തോഷം പലപ്പോഴും കുട്ടികൾ കിട്ടിയിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷർ കൊണ്ട് ഇതൊക്കെ പലപ്പോഴും റാഗിങ്ങിനൊക്കെ കാരണമാവാറുണ്ട്. റാഗിങ് കുട്ടികൾ വർദ്ധിക്കാൻ ഇനിയും ഒരുപാട് കാരണങ്ങളില്ലേ? ആ കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത വിഷയം ഒരു ക്രിമിനൽ ആറ്റിറ്റ്യൂഡിലേക്ക് അല്ലെങ്കിൽ കുറ്റവാസനയിലേക്ക്, കുട്ടികളിലുള്ള കുറ്റവാസന, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ് അതിൻ്റെ പരിഹാരം? അവിടെ ചേർത്ത് വായിക്കേണ്ട ഒന്ന്, ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളേറെ ഉപയോഗിക്കുന്നത് ഡ്രഗ്സാണ്. ഈ ഡ്രഗ്സ്, അതിൻ്റെ എഡിക്ഷൻ, MDMA പോലെയുള്ള രാസലഹരികൾ, അത് ഒരു കുട്ടിയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വലിയ വ്യതിയാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബ്ലഡിലേക്ക് ഡയറക്റ്റായിട്ട് ചെല്ലുന്ന ഈ കെമിക്കൽ കണ്ടൻസ് കുട്ടിയുടെ ആറ്റിറ്റ്യൂഡിനെ, മനോഭാവത്തെയാണ് മാറ്റുന്നത്. ആദ്യം രക്ഷിതാവിനോട്, കുടുംബത്തോട്, സഹപാഠികളോടൊക്കെ വളരെ സൗഹൃദഭാവത്തിൽ നല്ല രൂപത്തിൽ ജീവിച്ച ഒരു കുട്ടി ഇത് കൺസ്യൂം ചെയ്യുന്നതോടുകൂടി, ഇതെടുക്കുന്നതോടുകൂടി അവനറിയാതെ ഒരുപാട് മാറ്റം അവൻ്റെ ശരീരത്തിൽ സംഭവിക്കുകയാണ്. കാരണം ഇത് ശരീരത്തിലെത്തുന്നതോടുകൂടി ശരീരം പ്രതികരിക്കാൻ തുടങ്ങും. കാരണം അതൊരു ഉത്തേജക മരുന്നാണ്. ആ ഉത്തേജന മരുന്ന് ശരീരത്തിലെത്തുമ്പോൾ അവൻ്റെ എഫിഷ്യൻസി, അവൻ്റെ കാര്യക്ഷമത, ഫോർ എക്സാമ്പിൾ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ അവൻ ബോധ്യപ്പെടുത്തപ്പെടുന്നത് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കോൺസെൻട്രേഷൻ കിട്ടും, ഏത് റിസ്ക്കും വളരെ നല്ല രൂപത്തിൽ എടുക്കാൻ പറ്റും, ഒരുപാട് നേരം ഉറങ്ങാതെ ആക്റ്റീവ് ആകാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ വ്യാമോഹങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് കുട്ടികളത് കൺസ്യൂം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ കൂട്ടുകെട്ടിൻ്റെ സ്വാധീനം കൊണ്ട്. അപ്പം അത് ഉപയോഗിക്കുന്നത് തുടക്കത്തിൽ അങ്ങനെയാണെങ്കിലും പിന്നീട് അത് റിവേഴ്സ് അടിക്കും. പിന്നെ അവൻ്റെ ശരീരത്തിൽ അത് ഇടപെടുകയും മാനസികമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് അവന് ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട്, അവൻ്റെ കോൺസെൻട്രേഷൻ മിസ്സാക്കുന്നുണ്ട്, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പോൾ ഈ അടുത്ത് നടന്ന ഒരു കൊലപാതകം, ഒരു ഉമ്മയെ ഒരു കുട്ടി കൊന്നു എന്ന് പറഞ്ഞു. MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ
അതവരുടെ സെൽഫ് കൺട്രോൾ മിസ്സാക്കുകയാണ്. സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ അതിലോട്ട് അവർ ഡിപ്പെൻഡൻ്റ് ആവുകയാണ്. ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലേക്ക് കുട്ടി അങ്ങ് മാറുകയാണ്. അതുകൊണ്ട് ഒരു തവണ അവനുപയോഗിച്ച അളവിനേക്കാളും കൂടുതൽ അളവ് അടുത്ത ദിവസം അവൻ ഉപയോഗിക്കും. അങ്ങനെ ഇതിൻ്റെ അളവ് കൂടിക്കൂടി വരുമ്പോൾ ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ വാശി പിടിക്കും. പൈസ വേണം. സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് ഒരു MDMAയുടെ 1 ഗ്രാം കിട്ടണമെങ്കിൽ 2500-3000 രൂപയാണെങ്കിൽ അത് വീട്ടിലുണ്ടാവില്ല. അപ്പോൾ മോഷണ ശ്രമത്തിലേക്ക് പോകും, കളവ് പറയാൻ തുടങ്ങും, മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു വാങ്ങും. ഇതൊക്കെ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ക്രിയേറ്റിംഗ് ആണ് അല്ലേ? പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ചിലപ്പോൾ പുറത്താക്കപ്പെടും, കാരണം ഇവൻ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഒരു ക്രിമിനലൈസേഷനിലേക്ക് ഒരു കുട്ടി എത്തിപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണമാണ് MDMA പോലെയുള്ള, കഞ്ചാവ് പോലെയുള്ള മാരകമായ ലഹരി ഉൽപ്പന്നങ്ങൾ. അപ്പോൾ കുട്ടികൾ ക്രിമിനലൈസ് ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ട്? റാഗിങ്ങിലേക്ക് എന്തുകൊണ്ട് എത്തുന്നു? അവർ സ്വബോധത്തിലല്ല ഇതൊന്നും ചെയ്യുന്നത്. ഈ സാധനം തലക്ക് കയറിയിട്ടുണ്ടെങ്കിൽ, രക്തത്തിൽ ഇഞ്ചക്ഷനായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവനോട് സംസാരിക്കുന്നത് ആ ലഹരിയാണ്. ലഹരി എന്താണോ കൽപ്പിക്കുന്നത് അതാണ് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ കൃത്യമായ ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും, മദ്യം എന്നുള്ളത് എല്ലാറ്റിൻ്റെയും എന്താണ്? മാതാവാണ്. അത് ഏറ്റവും വലിയ തിന്മയാണ്. ലഹരി നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പം ഇതാണ് ഇന്നത്തെ സമൂഹം വ്യാപകമായി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും, പെൺകുട്ടികൾ പോലും. കാരണം നിറമോ മണമോ ഇല്ലാത്ത ലഹരി ഉൽപ്പന്നങ്ങളുടെ എണ്ണം, കെമിക്കൽ ഡ്രഗ്സിൻ്റെ എണ്ണം, രാസലഹരികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. ഇത് കണ്ടുപിടിക്കാൻ പാരൻസിന് പോലും സാധിക്കുന്നില്ല. പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ അത്തരത്തിലുള്ള കേസ് കൊണ്ടുവരുമ്പോൾ വളരെ നല്ല അഭിപ്രായമാണ് കുട്ടിയെക്കുറിച്ച് പറയുന്നത്. പക്ഷേ കുട്ടി ഡ്രഗ് അഡിക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അവനെ കൃത്യമായിട്ട് ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ചികിത്സിക്കുമ്പോൾ മാത്രമേ അതിൽ നിന്ന് മോചനം അല്ലേ? ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ കണ്ടു, ഒരു കുട്ടിയുടെ വെളിപ്പെടുത്തൽ. അപ്പോൾ ഇതൊക്കെ നമ്മളെ കാണിക്കുന്ന കാര്യം എന്താണ്? ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു കുട്ടി എത്തിപ്പെടാനുള്ള വലിയ ഒരു കാരണമാണ് ഡ്രഗ്സിൻ്റെ ദുരുപയോഗം. ഡ്രഗുകളെക്കുറിച്ച് പറയുമ്പോൾ ചിലത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞ ഒരു ഉദാഹരണം വേദനിപ്പിക്കുന്ന ഉദാഹരണമാണ്. അഥവാ നമ്മൾ ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം തരൂ. അപ്പോൾ ആ ഒരു ഉമ്മയെ മകൻ കൊലപ്പെടുത്തുകയാണ്, വധിക്കുകയാണ്. ആ ചർച്ച വളരെ ഫാസ്റ്റായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്തു, മീഡിയകൾ അത് ഏറ്റെടുത്തു. ഇപ്പോൾ ആ വാർത്ത എവിടെ അല്ലേ? അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതാണ്. റാഗിങ് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത് ചർച്ച ചെയ്യുന്നു, ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ പലപ്പോഴും സാധിക്കും. ആ ഉമ്മയെക്കുറിച്ച് വായിച്ചറിഞ്ഞൊന്ന് ആലോചിച്ച് നോക്കൂ. തനിക്കുള്ള ഏക മകനാണ്, അവനെ വളർത്താൻ വേണ്ടി ഏറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സമ്പത്ത് അവർ ചെലവഴിച്ചത് ഈ മകന് വേണ്ടിയിട്ടാണ്. അതെല്ലാം കഴിഞ്ഞ് അവന് വിവാഹത്തിന് വേണ്ടി മഹർ വരെ ആ ഉമ്മ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ അതൊന്നും ലഹരി ബാധിച്ച ഈ മകന് മനസ്സിലാക്കാനോ കഴിയില്ല. നിങ്ങൾ പറഞ്ഞതാണ് യാഥാർത്ഥ്യം. അഥവാ അവനോട് അവൻ്റെ സ്വബോധമല്ല സംസാരിക്കുന്നത്, മറിച്ച് ആ ലഹരിയാണ് അവൻ എന്ത് ചെയ്യുന്നു. അത് ഉമ്മ മറുത്തെന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ ഉമ്മയെ വധിക്കുക എന്നത് അവൻ്റെ മനസ്സിൽ ഒരു ധാർമ്മികതയല്ല. അതൊരു ചെറിയ നിസ്സാരമായൊരു തെറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം കേട്ടായിരിക്കും അവരുടെ മനസ്സിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ലഹരി വല്ലാത്ത ദുരന്തമാണ് നമ്മുടെ നാടുകളിൽ വിതക്കുന്നത്. പ്രത്യേകിച്ചും സ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികളെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ലഹരി മാഫിയകൾ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആദ്യമൊക്കെ കിലോ കണക്കിന് കഞ്ചാവുകളായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ കഞ്ചാവൊക്കെ വളരെ ഒരു എന്താ പറയുക നാച്ചുറൽ സാധനമായിട്ട് മാറി. രാസലഹരികളിലേക്കാണ് അതിൻ്റെ കടത്തുകാരായി, അത് കൊണ്ടുവരുന്നവരായി, അതിൻ്റെ കാരിയേഴ്സായി, അത് പരസ്പരം കൈമാറാൻ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ സംഖ്യകൾക്ക് ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട് എന്നുള്ളതാണ്. അത് സർ, ഈ വിൽപ്പന നടത്തുമ്പോൾ ഇപ്പോൾ മക്കൾക്കൊക്കെ വേണ്ട പണമാണല്ലോ. പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ ഏതാണെന്ന് അവർ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ സംവിധാനമൊക്കെ അവർ ഇൻസ്റ്റാഗ്രാം ആവട്ടെ, യൂട്യൂബ് ആവട്ടെ, ഇത്തരം ഈ മീഡിയാസൊക്കെ അവർ ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. അതുമാത്രമല്ല, ഇതിനൊക്കെ ഗ്യാങ്ങുകളുണ്ട്. സ്വകാര്യമായിട്ട് ഒരാളും അറിയാതെ വീടുകളിൽ എത്തിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അവരത് ഉപയോഗിച്ചൊരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് 2ാം സ്റ്റേജിലെത്തുമ്പോഴേക്കായിരിക്കും വീട്ടുകാരറിയുക. കാരണം പ്രകടമായ ലക്ഷണങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേകം പോലും പലപ്പോഴും രക്ഷിതാക്കൾക്കുണ്ടാവുന്നില്ല.
അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം, ഈ മക്കളുമായിട്ട് നല്ല ഒരു അറ്റാച്ച്മെൻറ്റ് വേണം. പ്രത്യേകിച്ച് കൗമാരത്തിൽ ഒരു 16-17 വയസ്സിലൊക്കെ എത്തുന്ന കുട്ടികൾ ഈ രക്ഷിതാക്കളോട് ഒരു തരം ഉടക്കുണ്ടാക്കി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ചെയ്തിട്ടാണ് പെരുമാറുക. അപ്പോൾ അത് അവൻ്റെ ആ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അവർ കാണുള്ളൂ. പിന്നീട് ബെല്ലും ബ്രേക്കും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് പാരൻസ് അവെയർഡ് ആവുന്നത്. അപ്പോഴേക്കും ഇത് 2ാമത്തെ സ്റ്റേജിലേക്കോ 3ാമത്തെ സ്റ്റേജിലേക്കോ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഡ്രഗ്സ് എന്നുള്ളത് ഏറ്റവും വലിയ വില്ലനാണ്. അതാണ് ഈ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി. അതുകൊണ്ട് അവർ രോഗികളാണ്. ഇപ്പോൾ മദ്യമാവട്ടെ, കഞ്ചാവാവട്ടെ, MDMA, മെത്ത് എന്ന് നമ്മൾ പറയുന്ന അതാവട്ടെ ഉപയോഗിക്കുന്ന കുട്ടികൾ മാനസിക രോഗത്തിന് അടിമയാണ്. അപ്പോൾ ആ രോഗികളോട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അവരെ നമ്മൾ ഉപദേശിച്ചുകൊണ്ടൊന്നും കാര്യമല്ല. അവരുടെ ശരീരത്തിൽ എത്തിപ്പെട്ട ഈ കെമിക്കൽ കണ്ടൻ്റാണ് അവരിൽ സ്വഭാവ വ്യതിയാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വിഡ്രോ ചെയ്യാനുള്ള, അതിൽ നിന്ന് പിൻവലിക്കാനുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യണം. അവരെ ചികിത്സിക്കണം. ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ചികിത്സിക്കണം. അവിടെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ ചികിത്സിക്കുമ്പോൾ ആത്മീയമായ തലത്തിലുള്ള ഉപദേശങ്ങളും ആ ഒരു തർബിയത്തും കുട്ടികൾക്ക് കിട്ടണം. എന്തുകൊണ്ട് ഞാൻ ലഹരി ഉപയോഗിക്കാതിരിക്കണം? ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിലുണ്ടാവുന്ന അപകടങ്ങൾ എന്താണ്? അത് സമാനമായി ഉപയോഗിച്ച ഒരുപാട് ആളുകളെ അവിടെ വെച്ച് കാണുമ്പോൾ അവിടെ അവരിൽ നിന്ന് ആ സ്റ്റോറീസ് അവർക്ക് കിട്ടും. ഇതൊക്കെ അവരിൽ മാറ്റം ഉണ്ടാക്കാൻ വലിയൊരു നിമിത്തമായിട്ട് മാറും. ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ലഹരിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഭീകരമാണ് അതിൻ്റെ അവസ്ഥ. ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങൾ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി നമ്മുടെ പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പറയുന്നുണ്ട്. നമ്മുടെ മക്കൾക്കാർക്കെങ്കിലും ഇതുപോലെ ഒരു ദുസ്വഭാവത്തിന് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കേവലം ഉപദേശങ്ങൾ കൊണ്ടത് സാധ്യമല്ല. റിക്കവർ ചെയ്യാൻ, അവർ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അത് കൃത്യമായ ഒരു രോഗമാണ്. അതാണ് ഒരു രോഗമാണത്. ആ രോഗത്തിന് ചികിത്സയാണ് അത്യാവശ്യം. ആ ചികിത്സിക്കേണ്ട ഇടങ്ങളിൽ കൊണ്ടുപോയി ചികിത്സ നടത്തിയെങ്കിൽ മാത്രമേ നമ്മളെ നല്ല മക്കളായിട്ട് അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ചും രക്ഷിതാക്കളായ നമ്മൾ അലേർട്ടായി നിൽക്കുക. നമ്മുടെ മക്കളൊന്നും ഇതുപോലെയുള്ള കെണികളിൽ, റാക്കറ്റുകളിൽ അല്ലെങ്കിൽ എന്താ പറയുക ചതിക്കുഴികളിൽ വീണിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് നമ്മുടെ ബാധ്യതയാണ്. അഥവാ ഉറപ്പ് വരുത്തി അവിടെ കുറ്റപ്പെടുത്തി അകറ്റി നിർത്തിയത് കൊണ്ട് വീണ്ടും ദുരന്തങ്ങളുടെയും ക്രൂരമായ ഇതുപോലുള്ള വിനോദങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയേ ചെയ്യുള്ളൂ. അവിടെ ചേർത്ത് പിടിക്കാനും തിരിച്ചു കൊണ്ടുവരുവാനും നല്ല മാർഗനിർദ്ദേശങ്ങളോടൊപ്പം തന്നെ ചികിത്സകളും അത്യാവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നല്ല ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പലപ്പോഴും ഈ ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ വെറുതെ ഉപദേശിച്ച് വിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അവർ അതിൻ്റെ അടുത്ത ഡോസിലേക്ക് പോവാം. അപ്പോൾ തീർച്ചയായും അവിടെ ചികിത്സിക്കണം എന്നത് തന്നെയാണ് നമുക്ക് സ്നേഹക്കൂടിന് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു കാരണം, ഈ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടാവാൻ മറ്റൊരു പ്രധാന കാരണം അക്കാഡമിക് ഫെയിലിയറാണ്. ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ചില വിഷയങ്ങളിൽ അവർ ബാക്ക്വേർഡായിരിക്കും. ഇപ്പോൾ മാത്തമാറ്റിക്സിൽ വീക്കായ കുട്ടികളുണ്ട്, ലാംഗ്വേജിൽ വീക്കായ കുട്ടികളുണ്ട്. കാരണം ഭാഷാപരമായ ബുദ്ധി വീക്കായ കുട്ടികൾ ഭാഷയിൽ പിന്നോക്കമായിരിക്കും. കാരണം അവർ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസിലായിരിക്കും, ഗണിതശാസ്ത്രപരമായ ബുദ്ധിയിലായിരിക്കും മുന്നിലുണ്ടാവുക. എല്ലാവർക്കും അള്ളാഹു എല്ലാ കഴിവുകളും കൊടുത്തിട്ടില്ല. അതാണ് രക്ഷിതാക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവർ നിരന്തരം കുറ്റപ്പെടുത്തപ്പെടുന്നു. ഇപ്പോൾ SLCക്ക് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ എല്ലാ വിഷയത്തിലും A+ കിട്ടാതെ വരിക, പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കാതെ വരിക, ചിലപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവും, പഠന വൈകല്യം ഉണ്ടാവും, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ഡിസോർഡേഴ്സ് ADHD കേട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള കുട്ടികളെ നമ്മൾ നിരന്തരം കുറ്റപ്പെടുത്തിയത് കൊണ്ട് ഒരു മാറ്റം ഉണ്ടാവില്ല. ഈ അടുത്തൊരു കൗൺസിലിംഗ് കേസ് വന്നു. ഭാര്യയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡീലിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഭാര്യ ഇദ്ദേഹത്തെ കാര്യമായിട്ട് ഉപദേശിക്കുന്നുണ്ട്, നല്ല രൂപത്തിൽ ഡീൽ ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിന് മാറ്റങ്ങളില്ല. അപ്പോൾ ആ കേസ് സ്റ്റഡി ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ലേണിംഗ് ഡിസബിലിറ്റി ചെറുപ്പത്തൊട്ടുണ്ട്. അയാൾ ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊരു വേറെ വിഷയമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് പോകാൻ അക്കാദമികമായ നിലവാര തകർച്ച കാരണമായേക്കും അല്ലേ? അധ്യാപകനിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ പഠനവുമായി ബന്ധപ്പെട്ട് ഇകഴ്ത്തപ്പെടുക, ഇൻസൾട്ട് ചെയ്യപ്പെടുക, പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കാതെ വരിക, അത് അവർക്ക് തന്നെ അപകർഷതാബോധം ഉണ്ടാക്കും. ചിലപ്പോൾ ബാംഗ്ലൂരിലേക്കോ മൈസൂരിലേക്കോ തമിഴ്നാട്ടിലേക്കോ ഒക്കെ പഠനത്തിന് പോയിട്ടുണ്ടാവും, കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പാതി വഴിയിൽ വെച്ചിട്ട് ആ കോഴ്സ് പൂർത്തീകരിക്കപ്പെടാതെ പോകുന്നു. വലിയ ക്യാപിറ്റേഷൻ നൽകിക്കൊണ്ട് MBBS പോലെയുള്ള കോഴ്സിന് പോയിട്ടുണ്ടാവും, ഭാരിച്ച സംഖ്യ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരുന്നു.
സ്വാഭാവികമായി കുടുംബം ഒന്നടങ്കം ആ കുട്ടിയെ കുറ്റപ്പെടുത്തും. അവനത് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലേ. നമ്മൾ പ്രഷറൈസ് ചെയ്തിട്ട് വലിയ സംഖ്യ കൊടുത്ത് ക്യാപിറ്റേഷൻ നൽകി ഒരു സ്ഥാപനത്തിൽ ചേർത്തുമ്പോൾ ഈ പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ള അറിയണ്ടേ. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് എന്തും നേടാമെന്നുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ആദ്യം മാറ്റേണ്ടത്. പഠിക്കാൻ നിലവാരമുള്ള കഴിവുള്ള നന്നായിട്ട് പരിശ്രമിച്ചാൽ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണെങ്കിൽ മെറിറ്റ് ബേസിൽ അവൻ മുന്നോട്ട് പോകും. അവിടെ നമ്മൾ ക്യാപിറ്റേഷൻ കൊടുക്കേണ്ടതില്ല. നമ്മൾ ചെയ്യണത് എന്താണ്, 1 കോടിയും 75 ലക്ഷമൊക്കെ കൊടുത്തിട്ടാണ് ഇത്തരം കോഴ്സിൽ കുട്ടികളെ ചേർക്കുന്നത്. പിന്നെ ആ 1 കോടി മുതലാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റാളുടെ അവയവം മുറിച്ചു മാറ്റുന്നത്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരാളുടെ ആപ്റ്റിറ്റ്യൂഡും അയാളുടെ സർഗശേഷിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അവരെ ഇത്തരം കാര്യങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവരിൽ കുറ്റവാസന ഉണ്ടാവും. കാരണം ഞാൻ എവിടെയും എത്തിയില്ലല്ലോ, എൻ്റെ ജീവിതം പരാജയപ്പെട്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമാനമായ കുട്ടികളുണ്ടാവും, അവരുടെ ഒരു ഗ്യാങ് ഉണ്ടാവും. അപ്പോൾ അവർ തീരുമാനിക്കും നീ നമുക്ക് നല്ലതെന്താണ്, മദ്യപിക്കുന്നതാണ് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്കാണ് പിന്നെ അവർ എത്തിപ്പെടുക. ഇത് രണ്ടാമത്തെ കാരണം. നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ ഈ LD ആയ ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള അതുപോലെ പഠന വൈകല്യങ്ങൾ, പലതരത്തിലുള്ള പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് സർക്കാർ തന്നെ അവരുടെ വൈകല്യങ്ങൾ കണ്ടെത്തി അവർക്കൊരു പരിഹാരമുണ്ട്. SSLCക്കാവട്ടെ, +2-ലാവട്ടെ, കോളേജ് തലത്തിലൊക്കെ ആവട്ടെ, അവർക്ക് സ്വന്തമായിട്ട് എഴുതാൻ വളരെ സ്ലോ ഉള്ള ആളുകൾക്കാണെങ്കിൽ അവരുടെ പെർസെൻറ്റേജ് വെച്ചിട്ട് സാധാരണ നോർമലി കുട്ടികൾക്ക് 1.5 മണിക്കൂർ കിട്ടുന്ന കുട്ടികളാണെങ്കിൽ ദേ വിൽ ഗെറ്റ് മോർ ടൈം, അവർക്ക് കൂടുതൽ സമയം കിട്ടും. അതുപോലെ തന്നെ ഈ അതിനും സാധ്യമല്ല, പഠിച്ച കാര്യങ്ങൾ ഓർക്കാൻ കഴിയും, എഴുതാൻ സാധിക്കാത്ത ആളുകൾക്കാണെങ്കിൽ അവർ ബൈ റൈറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാം, പരീക്ഷ എഴുതാം. അപ്പോൾ പലപ്പോഴും അധ്യാപകർ, ഞാൻ ഈ ഒരു കാര്യം വളരെ ബോധപൂർവം പറയാനുള്ളൊരു കാരണം, പലപ്പോഴും അധ്യാപകർ രക്ഷിതാക്കൾ അഥവാ തങ്ങളുടെ മക്കളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ അതിന് ഇന്നൊരു പരിഹാരമുണ്ട് എന്ന് നിർദ്ദേശിക്കുമ്പോൾ രക്ഷിതാക്കൾ ആ പരിഹാരം ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല, നിൽക്കാറില്ല എന്ന്. ആ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് തങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ സർക്കാരും നമ്മുടെ സംവിധാനങ്ങളും അവർക്ക് ഈ പ്രശ്നമുള്ളത് കൊണ്ട് നൽകിയ ആനുകൂല്യം ഉപയോഗപ്പെടുന്ന ഒരിക്കലും അപമാനമായിട്ടല്ല കാണുന്നത്. അതൊരു ഫെസിലിറ്റിയാണ്, സൗകര്യമാണ്, അത് ഉപയോഗപ്പെടുത്തിയാൽ എൻ്റെ കുട്ടിക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുന്നതാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ ഉൾക്കൊള്ളൂല. എന്നിട്ട് എന്ത് ചെയ്യും, ആ കുട്ടി പരീക്ഷ എഴുതും, മാർക്ക് ലഭിക്കണം എന്നില്ല, വളരെ കുറഞ്ഞ മാർക്ക്, എവിടെ എത്തിച്ചേരാൻ പറ്റില്ല. അവസാനം ഈ കുട്ടി തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു റിവെഞ്ച് മൈൻഡോടുകൂടി, ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അവിടെ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും കുട്ടി ചിലപ്പോൾ ടെക്നിക്കൽ സ്കില്ലുള്ള കുട്ടിയായിരിക്കും. അപ്പോൾ ആ കുട്ടിയെ ഇപ്പോൾ ഐസക് ന്യൂട്ടൻ അതേപോലെയുള്ള പ്രഗത്ഭരുടെ ഒക്കെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവരൊക്കെ ആ ഒരു ശാസ്ത്രജ്ഞരായതും അല്ലെങ്കിൽ മികവ് പുലർത്തിയതൊന്നും ഒരു പെട്ടെന്നുള്ള സംഗതിയല്ല. അവരുടെയൊക്കെ ജീവിതത്തിൽ ട്രാജഡീസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുട്ടി തോൽക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടി പിന്നോട്ട് നിൽക്കുമ്പോൾ ആ കുട്ടിയെ സൈഡ് ലൈൻ ചെയ്യാണ്, കുറ്റപ്പെടുത്തുകയാണ്. അവിടെ ഈ കുട്ടിക്ക് നമ്മൾ പ്രൊമോഷനാണ് കൊടുക്കേണ്ടത്, അപ്രീസിയേഷനാണ് കൊടുക്കേണ്ടത്. ഈ അപ്രീസിയേഷൻ കിട്ടാതെ വരുമ്പോൾ കുട്ടി സ്വാഭാവികമായിട്ട് ഇൻസൾട്ടഡ് ആവുന്നു. ഇൻസൾട്ട് ചെയ്യപ്പെടുമ്പോൾ എനിക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ, അപ്പോൾ ആ ജീവിക്കാൻ പോലുള്ള അനുവാദമില്ലാത്ത ഇൻസൾട്ട് വരുമ്പോൾ കുട്ടി സ്വയം തീരുമാനിക്കുകയാണ് എനിക്ക് അറ്റൻഷൻ സീക്കിങ് ബിഹേവിയർ ആയിട്ടാണ് ക്രിമിനൽസിൻ്റെ കൂടെ കൂടുന്നത് അല്ലേ. ക്രിമിനൽസിൻ്റെ കൂടെ ഒരു കേടിയാവുമ്പോൾ ആ കേടിയാവുക എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ അതിൻ്റേതായ ഒരു റെക്കഗ്നിഷൻ ഉണ്ടല്ലോ. അത് മോശപ്പെട്ടതാണെങ്കിൽ പോലും സമൂഹത്തിൽ ഞാൻ പിന്നെ അറിയപ്പെട്ടാൽ മതി, അത് നല്ല നിലക്ക് അറിയപ്പെടണം എന്നുള്ളതല്ല. അത്ര ബുദ്ധി അവർക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവർ അതിലെത്തിപ്പെടുന്നു. പിന്നെ ആ വഴിക്ക് അങ്ങനെ പോവാണ്. പിന്നെ 1-2 കേസിൽ പിടിക്കപ്പെട്ടാൽ പിന്നെ സമൂഹം തന്നെ അവരെ ബ്ലെയിമിങ് ആൻഡ് ബ്രാൻഡിങ് ആണ് അല്ലേ. നമുക്കറിയാലോ, ഏതെങ്കിലും ഒരു കുറ്റവാളി ഒന്ന് നന്നാവാൻ തീരുമാനിച്ച് പള്ളിയിലൊക്കെ ഒന്ന് നിസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവർ പറയും ഇതൊക്കെ ഇപ്പോൾ എന്നേ നിസ്കാരം തുടങ്ങി. അതായത് നിസ്കരിക്കുക എന്നുള്ളത് കുറച്ചാളുകളുടെ മാത്രം കുത്തകയായിട്ട് സമൂഹം കാണുന്നു. ഒന്നാമത്തെ സഫിൽ അവനക്ക് സീറ്റില്ല. അവൻ നന്നായി മദ്യപാനം നിർത്തി, ലഹരി നിർത്തി, ഒരു തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അവൻ പരിശ്രമിച്ചാലും കമ്മ്യൂണിറ്റി ഈസ് നോട്ട് റെഡി ഫോർ ദാറ്റ്. സമൂഹം അതിന് തയ്യാറല്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സംഗതിയാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു കുറ്റവാളിയെ നിങ്ങൾ സഹായിക്കരുതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. കുറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഭാഗത്തും സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ കുറ്റത്തിൽ നിന്ന് അവരെ പിൻവലിക്കാനുള്ള ഒരു മാഹൗൽ,
ആ ഒരു സാഹചര്യം, ആ ഒരു എൻവയോൺമെൻറ്റ്, അത് വളരെ പ്രധാനമാണ്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥയിലേക്ക് പോകുന്നത്. അതെ, താങ്ങാവുന്ന കുട്ടികൾക്ക് പഠനത്തിൽ ഒരല്പം പിന്നോട്ടാണെങ്കിലും അവർക്ക് വേറെ ഒരുപാട് നല്ല മേഖലകൾ ഉണ്ടാവും. അപ്പോൾ താങ്ങാവുന്നതിൻ്റെ അപ്പുറം രക്ഷിതാക്കളുടെ ഒരു പ്രഷർ നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി പഠനത്തിൽ അക്കാഡമിക്കിൽ ഒരുപാട് ഫെയിലിയർ ആവും. അതവൻ്റെ മനസ്സിൽ ആരോടെങ്കിലുമൊക്കെ കുറ്റവാസനകൾ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം ഉണ്ടാക്കും. അപ്പോൾ അത് ഒരു വലിയ കാരണമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ലേണിംഗ് ഡിസബിലിറ്റിയിലെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, അതുപോലെ തന്നെ മറ്റുള്ളവരോടൊക്കെ തന്നെ ഒരു തരം പുച്ഛഭാവം ഉണ്ടാവും. കാരണം എന്താണ്, അവന് വിചാരിക്കാത്തതുകൊണ്ടല്ലല്ലോ, വിചാരിക്കുന്നുണ്ട് പഠിക്കാൻ, ഒരുപാട് തവണ വായിക്കുന്നുണ്ട്, വായിച്ചിട്ടും അത് തലയിൽ കയറണില്ല. അപ്പം അത് ആ ഒരു വൈകല്യം അവിടെ ആ കുട്ടി അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനിലാണ് ആ കുട്ടി ഉള്ളത്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും, വയലൻ്റ് ആവും അല്ലേ, വീട്ടിലുള്ള വാഹനം പോലും കേടുവരുത്തും. ഇനി അവൻ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഇൻവോൾവ്ഡ് ആകുമ്പോൾ അതിലും സമ്മതിക്കില്ല അല്ലേ. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ കണ്ടില്ലേ, ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടറോ ഒക്കെ എടുത്തിട്ട് ലൈസൻസ് കിട്ടാതെ തന്നെ പോകുന്നു. ആ കുട്ടിയുടെ ആ മാനസികാവസ്ഥ അപ്പം അതാണ്, അവരുടെ പ്രായം അതാണ്. അപ്പം അത്തരം കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് അത് രക്ഷിതാവ് കൊടുത്തേ പറ്റൂ. എത്ര ആക്സിഡൻറ്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അത് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ, അവർക്ക് ഒരിക്കലും ലൈസൻസ് ഇല്ല. രക്ഷിതാക്കൾ പോലും അറിയാതെ അവർ ബൈക്കോ അല്ലെങ്കിൽ കാറോ ഒക്കെ എടുത്ത് പോവാണ്. ഇവിടെയൊക്കെ നമ്മൾ നല്ല ജാഗ്രത പുലർത്തിയേ പറ്റൂ. കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു ബോധം നമുക്ക് വേണം. അതുപോലെ കുട്ടികളുടെ PTA മീറ്റിങ്ങുകളൊക്കെ വിളിക്കുമ്പോൾ രക്ഷിതാക്കൾ എങ്ങനെ പ്രതികരിക്കാറുള്ളത്? എത്ര ഉപ്പമാർ മീറ്റിങ്ങിൽ എത്താറുണ്ട് അല്ലേ. ഇത് കുട്ടിയെ സംബന്ധിച്ച് ശരിക്കുള്ള വിവരങ്ങളൊക്കെ ഉമ്മമാർക്കാണ് അറിയാം. ഉമ്മമാരത് ഷെയർ ചെയ്യുന്നത് പോലും രക്ഷിതാക്കൾ ഉൾക്കൊള്ളുന്നില്ല. കാരണം ഒരു ബിസിനസ്സിൻ്റെ തിരക്കിലാണ്, അല്ലെങ്കിൽ വേറെ വല്ല ജോലി തിരക്കിലാണ് അല്ലേ. ഒരുപാട് അപ് ടു ഡേറ്റ് ലൈഫിൽ ഓരോ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ലേ. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ ആ സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് പല പ്രശ്നങ്ങളുണ്ടല്ലോ. നിങ്ങളൊരു അധ്യാപകനാണ്, ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ ആ സ്കൂളിൽ നടന്ന, കോളേജിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ കുട്ടി വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഉമ്മനോടാണ്. വാപ്പ അത് കേൾക്കുന്ന പോലുമില്ല, ഒന്നും അറിയുന്നില്ല. കുട്ടിയെ സംബന്ധിച്ച് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏത് ഡിവിഷനിലാണ് പഠിക്കുന്നത് ചോദിച്ചാൽ രക്ഷിതാവിന് കൃത്യമായ മറുപടിയില്ല. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഒരു അവഗണന, ഈ ഉപ്പ എൻ്റെ ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല. ഫീസ് വേണ്ടി വരും, പല കാര്യങ്ങളിലും പൈസ വേണ്ടി വരും, പൈസ ചോദിച്ചാൽ കൊടുക്കണ്ടേ. അപ്പോൾ ആ പൈസ കൊടുക്കാത്തവരുണ്ട്, ചിലവുള്ളവർ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. അപ്പോൾ മറ്റു കുട്ടികളുടെ മുമ്പിൽ ഈ കുട്ടി ഇൻസൾട്ട് ചെയ്യപ്പെടും. അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഫെയർവെൽ പാർട്ടിക്ക് 100 രൂപ വേണം, 200 രൂപ വേണം. ഒരു സാധാരണ ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു 100 രൂപ കൊടുക്കാൻ അവിടെ പറ്റില്ല, പക്ഷെ എല്ലാ കുട്ടികളും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കുട്ടിക്ക് എന്താണ്, എൻ്റെ ഉപ്പ പൈസ തന്നില്ല എന്നുള്ള ഒരു വാശി, ആ വാശിക്ക് വേണ്ടിയായിരിക്കും. എന്തുകൊണ്ട് കുട്ടിക്ക് ആ പൈസ കൊടുത്തില്ല കുട്ടി ചിന്തിക്കില്ല. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒരു റിവെഞ്ചായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇൻസൾട്ടിങ്, പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യപ്പെടുക. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ക്രിമിനൽ വാസന ഒരു കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നൽകേണ്ടത് ഇൻഡിവിജ്വൽ അറ്റൻഷനാണ്, ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആണ്. ഇപ്പോൾ കൗൺസിലിംഗ് എന്നുള്ള ഏറ്റവും നല്ലൊരു റെമഡിയാണ്. ആളുകൾ കൗൺസിലിങ്ങിനെ കുറിച്ച് പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആളുകൾ മനസ്സിലാക്കുന്നത് മാനസിക രോഗമുള്ള ആൾക്ക് മാത്രമാണ് കൗൺസിലിംഗ്. ഒരിക്കലുമല്ല. ഈ അടുത്ത് ഒരു ബിസിനസ്സുകാരനും അവരുടെ ഭാര്യയും കൂടി വന്നു. അപ്പോൾ ആ ബിസിനസ്സുകാരൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വലിയ കടങ്ങൾ രൂപം കൊണ്ടു. അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആദ്യമുള്ള അത്ര മുന്നോട്ട് പോകുന്നില്ല, ലാഭം കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ് ഏൽപ്പിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും ക്ലോസായ ഒരു റിലേറ്റീവിനെയാണ്. പക്ഷേ ആ റിലേറ്റീവ് മിസ്മാനേജ്മെൻ്റ് ആയതുകൊണ്ട് കച്ചവടം നഷ്ടത്തിലാണ്. എന്നാൽ ഈ കാര്യം തുറന്ന് ഏറ്റവും അടുത്ത ആ ബ്ലഡ് റിലേറ്റീവിനോട് തുറന്ന് പറയാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പോൾ കോൺഫിഡൻസ് മിസ്സായി. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നവുമായിട്ടാണ് കൗൺസിലിങ്ങിന് വരുന്നത്. അപ്പോൾ ആ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ അസർട്ടീവായിട്ട് തുറന്ന് പറയാനുള്ള ടെക്നിക്സ് എന്താണ് അല്ലേ. ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഒരാളിലൊരു ന്യൂനത ഉണ്ടാകുമ്പോൾ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ പ്രശ്നം പരിഹരിച്ചു. നമ്മളത് നീട്ടി വെക്കുക. സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന് പറയുമല്ലോ. ഒരു തുന്ന് 7 തുന്നുകളെ രക്ഷപ്പെടുത്തും.
നമ്മൾ പേടിക്കണ എന്താണ്, ഞാനതിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്താ വിചാരിക്കുക, അയാൾ എന്നോടുള്ള ബന്ധം ഇതാവുമോ, അയാൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഷെയർ മുഴുവൻ അയാൾക്ക് കൊടുക്കേണ്ടി വരുമോ, പൈസ അയാൾ എടുത്തുണ്ട് കൊടുക്കാൻ, എന്നിട്ട് പോലും അയാൾ പേടിച്ചിട്ട് എന്ത് ചെയ്യണു, അത് പറയാതിരിക്കുന്നു. ഈ പറയാതിരിക്കുന്ന ആൾ മാനസികമായ സംഘർഷങ്ങൾ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാവുകയാണ്. അയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇയാൾക്ക് ഉറങ്ങാൻ പറ്റാത്തത് എന്താണ്? ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഈ കാര്യം ഏറ്റവും അടുത്ത റിലേറ്റീവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ധൈര്യം അയാൾക്കില്ല. അപ്പോൾ ഏതൊരു കാര്യത്തിലും തുറന്ന് പറയുക എന്നുള്ളത്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഒപ്പം തന്നെ സ്വകാര്യമായി ഇൻഡിവിജ്വലായി നമ്മൾ വിളിച്ച് സംസാരിക്കേണ്ടത് പബ്ലിക്കായിട്ട് സംസാരിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് വലിയ അഭിമാനബോധമായിരിക്കും ഉണ്ടാവും ഈ പ്രായത്തിൽ. കൗമാരത്തിലുള്ള കുട്ടികളെ അവരുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് കളിയാക്കുക, ഇകഴ്ത്തുക, മോശപ്പെട്ട വാക്ക് പറയുക, കമ്പയർ ചെയ്യുക. ഈ കമ്പാരിസൺ വലിയ പ്രശ്നമാണ് അല്ലേ? നമ്മളൊക്കെ കുട്ടികൾ അറിയാതെ ഇന്ന ആളെ കണ്ടു പഠിക്കും, മറ്റോ ആളെ കണ്ടു പഠിക്കും എന്നുള്ള സംസാരം നമ്മൾ നടത്താറുണ്ട്. ഇത് കുട്ടികളുടെ മനസ്സിൽ വലിയ ഇൻസൾട്ടായിരിക്കും. എന്നിട്ട് അതിനെ ചൊല്ലിക്കൊണ്ട് അവർ പിന്നെ എന്ത് ചെയ്യാണ്, സെൽഫ് ഹാം ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റിയിലേക്ക് കുട്ടികൾ പോകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ് നേരത്തെ ഞാൻ പ്രതിപാദിച്ചത്. ഓക്കെ, അവിടെയൊക്കെ ഇൻഡിവിജ്വൽ അറ്റൻഷന് വലിയ പ്രാധാന്യമുണ്ട്. അത് ഏത് കുറ്റവാസനയുള്ള കുട്ടികളാണെങ്കിലും ഒന്ന് കൂടെ ഇരുത്തി ചേർത്ത് പിടിച്ച് കുറച്ച് നല്ല ഉപദേശങ്ങൾ നൽകിയാൽ അവരിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. അതിൻ്റെ റിസൾട്ടുകളാണ് സാർ ഇവിടെ വളരെയധികം ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ സാർ, എനിക്ക് ഇപ്പോൾ നിങ്ങളിതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം, ചില രക്ഷിതാക്കളെങ്കിലും പറയാറുണ്ട്, സാറേ ഞാൻ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി കൊടുക്കാറുണ്ട്, പറയേണ്ട കാര്യങ്ങളൊക്കെ ഓരോ സമയത്ത് ഉപദേശിക്കാറുണ്ട്, ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എനിക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്താണെങ്കിൽ പോലും പരമാവധി അത് നിർവഹിച്ച് കൊടുക്കാറുണ്ട്. എന്നിട്ടും എൻ്റെ കുട്ടി ഇതുപോലെയുള്ള ക്രൂരമായ പല ഗ്യാങ്ങുകളിലും എത്തിച്ചേരുന്നു, പെട്ടുപോകുന്നു. ഇതും നമ്മൾ അഡ്രസ് തീർച്ചയായും നിങ്ങൾ വളരെ റെലവൻ്റായ ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. അവിടെയാണ് ഇനി എനിക്ക് പറയാനുള്ളത്. നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലാവണം. അതൊരു വലിയ വിഷയമാണ്. ഹക്കും ബാത്തിലും അറിയാതെ അവിടുന്നും ഇവിടുന്നും പറിച്ചു കൊണ്ടുവന്നിട്ട് മക്കളെയും ഭാര്യയും കുടുംബത്തെയും തീറ്റിപ്പിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റിൽ മാറ്റങ്ങളുണ്ടാവില്ലേ? തീർച്ചയായും. അപ്പോൾ ഹലാലായ തൊയ്യബായ ഭക്ഷണം നമ്മൾ കഴിക്കുക, നമ്മുടെ മക്കൾക്ക് കൊടുക്കുക, അതെല്ലാവരും സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ മക്കൾ ക്രിമിനൽ ആറ്റിറ്റ്യൂഡിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവർ കഴിക്കുന്ന ഫുഡ്, അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡ് ഹലാലല്ലാതെ വരുന്നു. അപ്പോൾ ഹലാലായ ഫുഡ് കൊടുക്കുക എന്നുള്ളത്. മറ്റൊന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്. പ്രാർത്ഥന ഒരു വലിയ പരിഹാരമാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്നും ദുആ ചെയ്യണം പോസിറ്റീവായിട്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയാത്തിനാ ഖുറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇതുപോലെ ഒരുപാട് പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഖുർആനിൽ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട്, അദ്കാറുകളുണ്ട്. മക്കളെ ചേർത്ത് പിടിച്ച് അവരെക്കൊണ്ട് നമ്മളത് ചൊല്ലിപ്പിക്കണം. അത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഒപ്പം തന്നെ വിശുദ്ധ ഖുർആൻ്റെ പാരായണം അതൊരു റെമഡിയാണ്. ഇന്ന് ആ ഖുർആൻ പാരായണം എത്ര വീടുകളിൽ നടക്കുന്നുണ്ട് അല്ലേ? മക്കൾ ചീത്തയാവുന്നു, കുട്ടികൾക്ക് ആത്മീയമായ ഉപദേശങ്ങളോ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളോ കിട്ടുന്നില്ല. അവർ പ്രാർത്ഥിക്കുന്നില്ല, അവർ കൃത്യമായി നിസ്കരിക്കുന്നില്ല. നിസ്കരിക്കുന്നുണ്ടോ കുട്ടിയെന്ന് ചോദിച്ചു നോക്കൂ. അതിന് നമ്മൾ നിസ്കരിക്കുന്നുണ്ടോ? നമ്മുടെ നിസ്കാരം കൃത്യത ഉണ്ടോ? അപ്പോൾ നമ്മൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പലപ്പോഴും രക്ഷിതാക്കൾ ഇത്തരം കാര്യമൊന്നും ശ്രദ്ധിക്കില്ല. അതൊക്കെ ഇപ്പോൾ എനിക്കറിയില്ലേ, അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രവർത്തിക്കണ്ടേ? പെൺകുട്ടികൾ അല്ലേ, നന്നായിട്ട് കോസ്മെറ്റിക്കൽ മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ച് പോകുന്ന കുട്ടികളോട് അവർ നിസ്കരിക്കുന്നുണ്ടോ ചോദിച്ചു നോക്കൂ നിങ്ങൾ. മതരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ മക്കൾ പോലും ഈ വിഷയത്തിൽ വളരെ ഉദാസീനത പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മൾ നല്ല സ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കും. നമ്മൾ ദഅ്വാ രംഗത്ത് വളരെ സജീവമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മക്കളാണ് ഏറ്റവും വലിയ ക്രിമിനലുകളായിട്ട് മാറുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞാൻ അതൊക്കെ പറയുമ്പോൾ ശരിക്ക് നമ്മളെ മക്കൾ 100% ഓക്കെയാണെന്നുള്ള ധാരണ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ ദീനീ രംഗത്ത് ദഅ്വാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മക്കളെ പിശാച് കെണിയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നമ്മൾ നാട്ടിലുള്ള എല്ലാ ദഅ്വാ സംരംഭങ്ങളിലും പ്രസംഗങ്ങളിലും
പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ടാവുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ഏറ്റവും പ്രീഷ്യസ് ആയ ക്വാളിറ്റി ടൈം നീക്കി വെക്കേണ്ടതുണ്ട്. അവർ ക്യാമ്പസിൽ എങ്ങനെയാണ് പഠിക്കുന്നത്? അവൾ കൃത്യമായി നിസ്കരിക്കുന്നുണ്ടോ? അവൻ നിസ്കരിക്കുന്നുണ്ടോ? അവൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്? ക്രിമിനൽ വാസന ഉണ്ടോ? നമുക്കത് കേൾക്കാൻ പോലും നേരമില്ല. കാരണം ലോകത്തുള്ള എല്ലാവരും നന്നാക്കാൻ പോവുകയാണ്. ഇത് ഞാൻ വളരെ ബോധപൂർവ്വമാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഞാൻ എല്ലാവരും നന്നാക്കാൻ പോകുമ്പോൾ എൻ്റെ കുട്ടി, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ കേട് വരാതിരിക്കാനുള്ള ജാഗ്രത. അപ്പോൾ നമ്മുടെ ഏറ്റവും ക്വാളിറ്റി ടൈം നമ്മുടെ മക്കളുടെ കൂടെ, ഭാര്യയുടെ കൂടെ ചിലവഴിക്കാൻ കൂടി നമ്മൾ സന്നദ്ധമായിട്ടില്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ അപ് ടു ഡേറ്റ് ആണ്. നിങ്ങൾ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളെ സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ എവിടെ നിൽക്കണം? ഇതൊരു വലിയ വിഷയമാണ്. അപ്പോൾ ക്രിമിനൽ ഒരു ആറ്റിറ്റ്യൂഡ് വളർത്താൻ അത് കാരണമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെയൊക്കെ വളർന്നു വരുന്ന മക്കൾ പലതരത്തിലുള്ള കാഴ്ചകളും കൂട്ടുകെട്ടും അതുപോലെ തന്നെ സാഹചര്യങ്ങളൊക്കെയാണ് അവരുടെ മുന്നിലുള്ളത്. അള്ളാഹു അവരൊക്കെ നമ്മളൊക്കെ ഏറ്റവും നല്ല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്നൊരു ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതൊരു ഇപ്പോൾ പല രക്ഷിതാക്കളും ചോദിക്കുന്നൊരു ചോദ്യമാണ്. രക്ഷിതാവ് എന്നുള്ളതിൽ എനിക്കും ചോദിക്കാനുള്ളൊരു ചോദ്യമായിരുന്നു ഞാൻ ഈ കാര്യം ചോദിച്ചത്. ഇനിയും ഇല്ലേ ഇതിൻ്റെ ലിസ്റ്റുകൾ നീണ്ടുപോകുന്നുണ്ടോ? കമ്മ്യൂണിറ്റിയിൽ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വയലൻസ്. ഇപ്പോൾ ഈ അടുത്തൊരു പത്രത്തിലെ റിപ്പോർട്ട്, വിദ്വേഷ പ്രസംഗങ്ങൾ, അത് വായിച്ചോന്ന് എനിക്കറിയില്ല അല്ലേ, നമ്മെ ഭരിക്കുന്ന ആളുകൾ പോലും വിദ്വേഷ പ്രസംഗങ്ങൾ, അതിൻ്റെ പേഴ്സൻറ്റേജൊക്കെ പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ഓരോ സ്റ്റേറ്റിലെയും. അപ്പോൾ നിരന്തരം നമ്മെ നയിക്കുന്ന ആളുകൾ തന്നെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന എന്താണ്? സഹിഷ്ണുതയല്ലേ. മറ്റൊരാളെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം. ഞാൻ മനസ്സിലാക്കുന്നത് എതിർ കക്ഷിയിലുള്ള, എതിർ സംഘടനയിലുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് പാകമാവണം. അദ്ദീനു അൻ നസീഹ എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല, സ്വന്തം ജീവിതത്തിൽ വേണ്ടേ? ആദർശപരമായി എതിർചേരിയിലുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹം ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനായി കാണാനും അയാളോട് സംവദിക്കാനും സംസാരിക്കാനും നമുക്ക് സാധിക്കണം അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ പടയാങ്കി ഒരു ജൂതൻ്റെ അടുത്ത് പണയത്തിലാണെന്ന് പറയുമ്പോൾ അന്യമതസ്ഥരോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് അല്ലേ? എല്ലാവരോടും ഒരു അലർജി അല്ലല്ലോ വേണ്ടത്. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖുൽഖുഹു അൽ ഖുർആൻ. അതവിടെ പറഞ്ഞെടുത്ത് അവിടെ മാത്രം നിന്നാൽ പോരല്ലോ, നമ്മളൊക്കെ അങ്ങനെ ആവണ്ടേ? 100% ആയിട്ടല്ല. നമ്മൾ ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴേ നമ്മളെപ്പോഴും നമ്മളെ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. നാട്ടിലുള്ള എല്ലാവരും നന്നാക്കാൻ നമ്മൾ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നാണ് ഒരു കൗൺസിലർ എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത്. പലരും പറയും നിങ്ങളിപ്പോൾ ഈ വലിയ ഇതൊന്നും പറയണ്ട, നിങ്ങളാളുകൾ എങ്ങനെയാണ്, മറ്റവരിങ്ങനെ സ്വജനപക്ഷപാതിത്വം അല്ലേ, സ്വന്തം ആളുകളാവുമ്പോൾ അവരോട് ഒരു സമീപനം, മറ്റുള്ളവരോട് വേറെ സമീപനം, ഇതൊക്കെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാതൃക, ഞാൻ പറയുന്നത് സ്വയം വിമർശനങ്ങൾ എപ്പോഴും നമ്മൾ നടത്തണം. ഇപ്പോൾ ഈ അടുത്തൊരു കൗൺസിലിംഗ് ഇഷ്യൂ വന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു 10-20 വർഷമായി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു, ഇപ്പോൾ ഭാര്യ 7 മാസമായിട്ട് തെറ്റി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കൗൺസിലിംഗ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളും ഭാര്യയും ഒന്നിച്ച് വരണം, അല്ലെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം. അതിന് ഭാര്യ വരൂല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഭാര്യ വന്നെങ്കിലേ ഇത് നടക്കുള്ളൂ. അപ്പോൾ കൗൺസിലിങ്ങിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് ബോധ്യപ്പെടുത്തി ഞാൻ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചപ്പോൾ ആ പെണ്ണ് അവരുടെ വോയിസ് ഇടുകയാണ്, പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. ഈ വോയിസ് ഇട്ടപ്പോൾ ഈ കക്ഷിയിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായി. ആ വോയിസിൽ നിന്ന് വളരെ കൃത്യമായിട്ടാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. നീ സാറ് പറ ഞാൻ എന്താ ചെയ്യേണ്ടത്. എന്നാൽ അദ്ദേഹത്തോട് പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഒരുപാട് തകരാറുകളുണ്ട്, അത് നിങ്ങൾ തിരുത്തണം. ഞാൻ 100% ശരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 100% നിങ്ങൾ ഒരിക്കലും ശരിയാവില്ല. നിങ്ങളുടെ വൈഫിൻ്റെ അടുത്ത് മിസ്റ്റേക്സ് ഉണ്ട്, നിങ്ങളുടെ അടുത്ത് മിസ്റ്റേക്സ് ഉണ്ട് അല്ലേ. ആ മിസ്റ്റേക്സ് എന്നുള്ള എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ. ആരും ഇവിടെ കുറ്റം തികഞ്ഞവരല്ലല്ലോ, കുറ്റം വിമുക്തരല്ലല്ലോ, എല്ലാവരുടെ അടുത്തും മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ ചില ആളുകൾക്കുള്ള ഒരു ധാരണ എന്താ വെച്ചാൽ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നാണ്. ഞാൻ 100% ഓക്കെയാണ്, നിങ്ങളോ ആണ് ശരിയല്ലാത്തത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം നമ്മളൊക്കെയാണ്, മറ്റുള്ളവരും ഒക്കെയാണ്. അപ്പോൾ ഈ ഉൾക്കൊള്ളുക, മറ്റുള്ളവരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ വിശാലതയാണ്. റബ്ബിഷ്റഹ് ലി സ്വദിരി,
നമ്മുടെ ഹൃദയം വിശാലാവണം, എല്ലാവരും ഉൾക്കൊള്ളണം. നമ്മൾ നമ്മുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുകയും വേണം. അപ്പോഴല്ലേ ദൈവത്ത് കിടക്കുള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു അല്ലേ മറ്റുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ അസഹിഷ്ണുതകൾ വളർത്തിയെടുക്കാനാണ് പലപ്പോഴും പലരും ശ്രമിക്കുന്നത്. അത് സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാവും, കുറ്റവാസനകളുണ്ടാവും, അത് കുട്ടികളിൽ സ്വാധീനം ഉണ്ടാവും. അപ്പം അതും പിന്നെ ഇപ്പോൾ നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ യുവാക്കൾക്കുണ്ടായ ഒരു പ്രശ്നം നമ്മളാരും ചർച്ച ചെയ്യാത്തൊരു വിഷയമുണ്ട്. എല്ലാവരും ഈ പ്രസംഗങ്ങൾ യൂട്യൂബിൽ ഇതൊക്കെ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഉൾക്കൊള്ളാത്ത സംസാരങ്ങൾ നടത്തുമ്പോൾ എവിടേക്കാണ് ഇവർ ഞങ്ങളെ വിളിക്കുന്നത്, ഇവരാണോ ഞങ്ങളെ വിളിക്കുന്നത്? പിന്നെ പണ്ടൊക്കെ ഇത്തരത്തിലുള്ള ക്യാമ്പുകളൊക്കെ കിട്ടിയിരുന്നു, ക്ലാസ്സുകൾ കിട്ടിയിരുന്നു. ആ ക്ലാസ്സിൽ കുട്ടികൾ വന്ന് ഇരുന്നിരുന്നു. ഇന്ന് കുട്ടികളാരും അതിൽ വരുന്നില്ല. ഒരു നല്ല ഭൂരിപക്ഷം ആളുകളും വരാതിരിക്കുകയാണ്. രക്ഷിതാക്കൾക്ക് വരെ വരുത്താൻ പറ്റില്ല, കാരണം ദേ ആർ നോട്ട് റോൾ മോഡൽസ്. രക്ഷിതാക്കൾ മാതൃകയല്ല. ഇനി രക്ഷിതാക്കൾ എങ്ങാനും കുട്ടികളെ ഇത്തരം ക്യാമ്പിലേക്കോ ക്ലാസ്സിലേക്കോ വിളിക്കുകയാണെങ്കിൽ കുട്ടികൾ പറയും നിങ്ങൾ പോയി നന്നായി. അത് വിളിക്കാനുള്ള ധൈര്യവും രക്ഷിതാവിനുമില്ല. കാരണം രക്ഷിതാവിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ തകരാറുണ്ടെന്ന് കുട്ടികൾക്കറിയാം. കാരണം ആ മൊബൈൽ നോക്കിയാൽ അറിയാം. അതുകൊണ്ട് രക്ഷിതാവ് ഓപ്പണായിട്ട് പറയില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് പള്ളിയിൽ പോവും, അദ്ദേഹത്തിൻ്റെ ആരാധനകളൊക്കെ നിർവഹിക്കും. അപ്പോൾ ഉപ്പ പോണ പള്ളിക്കാണ് ഞാനല്ല, കാരണം ഉപ്പൻ്റെ ഉള്ളിൽ ഇതാണെന്ന് എനിക്കറിയാലോ. പറയണ പോയിന്റ് മനസ്സിലാണ്. അപ്പോൾ നമ്മൾ റോൾ മോഡൽ ആവുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂന്ന് ഖുർആൻ പറഞ്ഞ കാര്യം അവിടേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സ്വയം ആത്മവിചിന്തനം, ആത്മപരിശോധന, ഒരു സെൽഫ് ഇവാലുവേഷൻ അത് നടത്തണം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പൂർണ്ണമായി തെറ്റിൽ നിന്നും മുക്തരല്ല. മനുഷ്യരാണ്, മനുഷ്യരുടെ പ്രകൃതം എന്നത് ഇല്ല, ഇന്ന ബനി ആദം ഖത്താഊൻ എന്നാണ്. തെറ്റുകൾ ചെയ്യുക എന്നതൊരു ടെൻഡൻസിയാണ്. പക്ഷെ അവിടെ പരിഹാരമുണ്ട്. എന്താണ് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിൽ നിന്നും തിരിച്ചു നടക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അവിടെ രക്ഷിതാക്കൾക്ക് റോൾ മോഡലാവാൻ കഴിയണം, അധ്യാപകർക്ക് റോൾ മോഡലാവാൻ കഴിയണം, വിദ്യാർത്ഥികൾ അത് കണ്ട്, നമ്മുടെ മക്കൾ അത് കണ്ട് വളർന്നു വരണം. അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ നമ്മുടെ മക്കളാരും ഇതുപോലെയുള്ള റാഗിങ്ങളിലേക്കോ മറ്റു ക്രൂര വിനോദങ്ങളിലേക്ക് എത്തിച്ചേരുകയില്ല എന്നതാണ് പറഞ്ഞു വെച്ചത്. നമുക്കിനി വളരെ പ്രധാനപ്പെട്ട പറയാനുള്ള ഇത്രയാണ്. നമ്മൾക്ക് ഏറ്റവും നല്ല റോൾ മോഡൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നല്ല കാര്യങ്ങൾ മുഴുവൻ പഠിപ്പിച്ചിട്ടാണ് റസൂൽ പോയത്. അതുകൊണ്ട് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് മടങ്ങിയാൽ മതി. അത് മടങ്ങിയാൽ തന്നെ നമുക്കിവിടെ നല്ല ജീവിതമുണ്ട് അല്ലേ. മൃഗങ്ങളോട് കരുണ കാണിക്കണം, ഉറുമ്പുകൾ അല്ലേ, എല്ലാ ജീവികളോടും കരുണ കാണിക്കണം എന്ന് പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ. അത് പൂച്ചയാണെങ്കിലും മറ്റ് വളർത്തു മൃഗങ്ങളാണെങ്കിലും ഒക്കെ നമ്മളത് കാണിക്കണം. പൂച്ചയെ കെട്ടിയിട്ട അല്ലേ, ഭക്ഷണം കൊടുക്കാതെ നരകത്തിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും വെറുതെ പഠിപ്പിച്ചതല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഹൈർ ഉണ്ടാവണം, നന്മ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത് നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ ജീവിതത്തിൽ പുലർത്തണം. പ്രത്യേകിച്ച് റമദാൻ സമാഗതമാവുകയാണ്. നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മാസമാണ് വരുന്നത്. അപ്പോൾ തെറ്റ് ചെയ്യാത്ത ആരും ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമാണ് റിപ്പയറിങ്ങിനുള്ള ഒരു മാസമാണ് വരുന്നത്, തൗബയുടെ മാസമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങാൻ സാധിക്കണം. നമ്മൾ സ്വയം തിരുത്തണം. നാട്ടിലുള്ള എല്ലാവരെയും തിരുത്താൻ നമ്മൾ പോകുന്നതോടൊപ്പം അത് നിർത്തരുത്. ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഈ കൈക്കല കഷ്ണം ഇടക്കൊന്ന് കൊണ്ടുപോയി തിരുമ്പണം. കൈക്കല കഷ്ണം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ വീട്ടിൽ അടുക്കളയിൽ പാത്രമൊക്കെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ആ കഷ്ണം ഇടക്ക് കൊണ്ടുപോയി നമ്മളൊന്ന് ഉരസി തിരുമ്പണം. ഇപ്പോൾ ഖുത്ബ നിർവഹിക്കുന്ന ആളാണ് ഞാനെങ്കിൽ ഞാനും ഇടക്കൊന്ന് എന്ത് ഖുത്ബ കേൾക്കണം. അപ്പം നമ്മൾ സ്വയം റിപ്പയർ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഒരു നല്ല പരിഹാരം ഉണ്ടാവും. ക്രിമിനൽ ടെൻഡൻസി എല്ലാവരിലും ഉണ്ടാവുന്നുണ്ട്. നമ്മളൊക്കെ വേറെ എവിടേക്കൊക്കെ നീക്കാതെ ഞാനും ക്രിമിനലായി പെരുമാറുന്നുണ്ടോ, എൻ്റെ സംസാരം, എൻ്റെ പെരുമാറ്റം, എൻ്റെ ഡീലിങ്, അതെൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട്, എൻ്റെ കുടുംബത്തോടൊക്കെ ഞാൻ ഓക്കെ ആണോ ഇത് പറയുമ്പോൾ എൻ്റെ അടുത്ത് മിസ്റ്റേക്സ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഈ പറയുമ്പോൾ ഒക്കെ ഞാനൊരു പാപമുക്തനായ ഒരു തെറ്റും ചെയ്യാത്ത ആളായിട്ട് ഞാൻ എന്നെ കാണാറില്ല. ഞാൻ എൻ്റെ അടുത്ത് തെറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് നമ്മളൊക്കെ തിരുത്താൻ വേണ്ടി തയ്യാറാവുക. തൗഫീഖ് അള്ളാഹു നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അൽഹംദുലില്ലാ, നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയൊരു വാക്കുകൾക്ക് ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിൻ്റെയും
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം. അള്ളാഹു ആ മാർഗം മുറുകെ പിടിക്കാനുള്ള അവസരമാണ് നമ്മുടെ മുന്നിൽ ഇനി തരുന്നത്. ആ റമളാനോടുകൂടി നല്ല ഒരു സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു കുടുംബമാക്കി മാറ്റാൻ നമ്മളൊക്കെ പരമാവധി പരിശ്രമിക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പീസ് റേഡിയോ. സ്നേഹക്കൂട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ വേണം. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ അള്ളാഹു ഖൈറും ബർക്കത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.